ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അല്ലെങ്കിൽ എല്ലും കപ്പ എന്നൊക്കെ പറയും. അപ്പം നമ്മൾ രാവിലെ കുറച്ച് ബീഫ് മേടിച്ചിട്ടുണ്ട്, 1.5 കിലോ ബീഫ്. ഇത് റിബ് സ്റ്റേക്കാണ്. അതായത് ഇപ്പോൾ ഇവിടെ അയർലൻഡിൽ 13 യൂറോസ് വരും ഒരു കിലോയ്ക്ക്. ഇത് 1.5 കിലോ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ എല്ലുമുണ്ട്, അത്യാവശ്യം ബീഫുമുണ്ട്. അപ്പം നമ്മൾ ആദ്യം ഇത് ഒന്ന് നുറുക്കിയെടുക്കണം. ചെറിയ കഷ്ണമായിട്ട് എടുക്കണം. ചിലതൊക്കെ കട്ട് ചെയ്ത് തരും, പക്ഷേ ഇത് കട്ട് ചെയ്തിട്ടില്ല. ബോൺ മാത്രം ഒന്ന് കട്ട് ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് ചെറിയ പീസാക്കി എടുക്കാം. നമ്മൾ ബീഫ് നല്ല ഞുറുക്കി എടുത്തിരിക്കുകയാണ്. ഇനി നല്ലതായിട്ട് കഴുകിയെടുക്കണം. ഇതിനകത്ത് എല്ല് കുറവാണ്, കുറച്ചൊക്കെ ഉള്ളൂ, ബട്ട് കുഴപ്പമില്ല. നമ്മൾ നല്ല ചെറുതായിട്ട് ഞുറുക്കി എടുത്തിരിക്കുകയാണ്. നമ്മൾ ഇനി നല്ലതായിട്ട് കഴുകിയിട്ട് ഇതിൽ മസാല തേച്ച് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ നമ്മൾ ഞുറുക്കി കഴുകിയെടുത്തിരിക്കുന്ന ബീഫിനകത്ത് നമ്മൾ മസാലകൾ ഇടാൻ പോകണേ. അപ്പം ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. പിള്ളേരെ കൂടെ കൂട്ടുന്നതുകൊണ്ട് ഇച്ചിരി എരി കുറച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു 1.5 സ്പൂണ് കാശ്മീരി പൊടി ഇട്ടിട്ടുണ്ട്, മുളക് പൊടി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി 2 സ്പൂണ് ഇടുവാണ്. ഇതിപ്പോൾ ജസ്റ്റ് മാരിനേറ്റ് ചെയ്യാണ്. നമ്മൾ ഇതിൻ്റെ കുക്ക് ചെയ്യുമ്പോൾ ബാക്കി മസാലകൾ നമുക്ക് ആവശ്യം അനുസരിച്ച് നമുക്ക് ഇടാണ്. ഇതിനകത്ത് കുറച്ച് ഉപ്പ്, പിന്നെ 1 സ്പൂണ് ഉപ്പാണ് ഇടുന്നത്. ബാക്കി നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഇച്ചിരി കുരുമുളക് പൊടിയാണ്. പൊടിച്ച് വെച്ച കുരുമുളകില്ല, അത് കാരണം നമ്മൾ ഈ കുരുമുളകാണ് ഇടുന്നത്, ക്രഷ്ഡ് പെപ്പർ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യക്കാർക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണമെങ്കിൽ കുറച്ച് ഇടാവുന്നതാണ്. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു ശകലം ലെമൺ ജ്യൂസ്, ലെമൺ ജ്യൂസ് വെച്ച് ജസ്റ്റ് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. ചിലർ ഇതിൻ്റെ കൂടെ സവാളയൊക്കെ അരിഞ്ഞതും കറിവേപ്പിലയും ഇതെല്ലാം കൂടിയിട്ട് ഇളക്കി വെക്കാറുണ്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് ഈ പൊടികൾ മസാലകൾ മാത്രം ഇട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. നമുക്കത് ഇത് ഇത് നമ്മൾ അടുപ്പേ കയറ്റാൻ തന്നെ നമ്മൾ സവാളയൊക്കെ വഴറ്റി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമുക്കിതിനകത്ത് ആഡ് ചെയ്യുന്നതാണ്, കറിവേപ്പിലയൊക്കെ കൂടെ. അപ്പോൾ ഇത് കുറച്ച് ജസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് മാരിനേറ്റ് ആകാനായിട്ട് വെക്കുകയാണ്. ഓക്കെ, നല്ലതായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗരം മസാല ഇടാൻ മറന്നുപോയി. ഒരു ശകലം ഗരം മസാല, ഒരു 1 സ്പൂൺ ഗരം മസാല. ഗരം മസാല കൂടി ഇട്ടു. ഇപ്പോൾ നമ്മൾ മസാലയൊക്കെ നല്ലതായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂറെങ്കിലും മെനു ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി കുക്കിങ്ങിലേക്ക് കടക്കാം. അപ്പം നമ്മൾ
ബീഫ് വേവിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് കുറച്ച് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ തേങ്ങ ചെറിയതുണ്ട്. ഇവിടെ നമുക്ക് ഫ്രോസനാണ് കിട്ടുന്നത്. ഇത് തേങ്ങ കൊത്താണ്. ഇതിലൂടെ കൊത്തിടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ തേങ്ങ കൊത്തിടുമ്പോൾ ഇച്ചിരി നല്ല രസമാണ് തേങ്ങ കൊത്തൊക്കെ കടിക്കാൻ. പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയുണ്ട്, 2 സവാളയുണ്ട്, ഒരു 5-6 പച്ചമുളകുണ്ട്, കുറേ കറിവേപ്പിലയുണ്ട്, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ തേങ്ങ വറുത്തെടുക്കണം വെളിച്ചെണ്ണയ്ക്കകത്ത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ തേങ്ങ കൊത്തും വറുത്തെടുത്ത് മാറ്റി വെക്കണം. ഓക്കെ, നമ്മൾ വെളിച്ചെണ്ണ ഇവിടെ തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണയൊക്കെ ഫ്രീസായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് തേങ്ങ വറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനകത്ത് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഏകദേശം ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമ്മളത് എടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സെയിം എണ്ണയിൽ നമുക്ക് ഈ തേങ്ങ ചിരകിയത് നമ്മൾ വറക്കാൻ പോവാണ്. ഫ്രോസൺ ആയിട്ടാണ് നമുക്കിവിടെ ചിരകി തേങ്ങ കിട്ടുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മൈക്രോവേവിൽ വെച്ചിട്ട് അത് കട്ട പിടിച്ചിട്ട് നമുക്കൊന്ന് മാറ്റിയെടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ മറ്റേ തേങ്ങാക്കൊത്ത് ചെയ്ത പോലെ ഒന്ന് നല്ലതായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ നമ്മളിതൊന്ന് വറുത്തെടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ തേങ്ങാക്കൊത്തും തേങ്ങ ചിരകിയിലൊക്കെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. നമ്മൾ അടുത്ത് പിന്നെയും കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമ്മൾ ബീഫ് വേവിക്കാനുള്ള പരിപാടി നോക്കുകയാണ്. ഞാൻ കുക്കറിൽ ഇടുന്നില്ല. ഇവിടുത്തെ ബീഫ് ഇച്ചിരി എന്താ പറയുക, വേവ് കുറവുള്ള മീറ്റാണ്. അപ്പോൾ നമ്മൾ കുക്കറിൽ ഇടണമെന്ന് നിർബന്ധമില്ല. നമ്മൾ തുറന്ന് തന്നെ പാത്രത്തിൽ തന്നെ വെച്ച് വേവിക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുക് ഇടുവാണ്. കടുക് പൊട്ടട്ടെ. അപ്പോൾ കടുക് പൊട്ടി വരുന്നുണ്ട്. നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് കറിവേപ്പില ഇടും. ഓക്കെ, നമ്മൾ ഇനി ഇതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാളയും ചെറിയ ഉള്ളി ഇടുകയാണ്. അപ്പോൾ ചെറിയ ഉള്ളി പെട്ടെന്ന് ഒന്ന് ഫ്രൈ ആയിട്ട് വരാനായിട്ട് നമ്മൾ ഇതിനകത്ത് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുത്താൽ മതി.
ചെറിയ ഉള്ളി വേണമെന്നുണ്ടെങ്കിൽ അത് ഇച്ചിലൂടെ എന്താ പറയുക കട്ട് ചെയ്തെടുക്കാം. നമ്മളിവിടെ ചെറിയ ഉള്ളി അങ്ങനെ കട്ട് ചെയ്തിട്ടില്ല, സവാള മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. 2 സവാളയും കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ഒന്ന് വഴണ്ടി വരുന്നിടം വരെ ഒന്ന് ഇളക്കുക. അപ്പോൾ ഇവിടെ കിട്ടുന്ന കപ്പ ഇങ്ങനെയാണ്, അത് ഫ്രോസണാണ് കിട്ടുന്നത്. ഓക്കെ, ഇത് ഏകദേശം ഒരു 1.5 കിലോളം ഉണ്ട്. അപ്പം നമ്മളിത് കട്ട് ചെയ്ത് കഴുകി എടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ സവാളയും ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ അതിനകത്തോട്ട് പച്ചമുളക് 5-6 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച് ഇവിടെ ആഡ് ചെയ്യാണ്. അപ്പോൾ ഇതുകൂടെ ഒന്ന് ഇതിൻ്റെ ആ പച്ചപ്പൊന്ന് മാറി വരുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഏകദേശം ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തീ ഇച്ചിരി കുറച്ചിട്ട് എന്താ ചെയ്യണം, കുറച്ച് മസാലകൾ വീണ്ടും ആഡ് ചെയ്യാൻ പോകണം. ഇച്ചിരി ഒരു സ്പൂൺ ഇടുന്നില്ല മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ഇടുന്നത്. എരി കുറച്ച് മതി, ബിക്കോസ് ഇവിടെ എല്ലാവർക്കും എരി കുറവ് മതി. അതുകൊണ്ട് മല്ലിപ്പൊടി ഒരു 1.5-2 സ്പൂൺ ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, ബിക്കോസ് നമ്മൾ ഓൾറെഡി അതിനകത്ത് മാരിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, കുറച്ച് കുരുമുളക് ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്. കുരുമുളക് പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഓൾറെഡി നല്ല എരിയാണ്. അടുത്തത് കുറച്ച് ഗരം മസാല, കുറച്ച് ബീഫ് മസാല. ഞാനിവിടെ എടുത്തേക്കുന്ന ബീഫ് ഉലർത്തിയത് മസാല, അതാണ് ഇടുന്നത്. ബീഫ് മസാല, ഇറച്ചി മസാല ഉണ്ടെങ്കിൽ അതിടാം. ഓക്കെ, ഇതെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാണ്. ഒത്തിരി എരി വേണ്ടാഞ്ഞിട്ടാണ് നമ്മൾ മുളക് പൊടി ഒത്തിരി ചേർക്കാൻ. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അത് കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ആ മസാലകളുടെ ആ ഒരു പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം, കരിഞ്ഞു പോകല്ലേ. ഇവിടെ ഇലക്ട്രിക് സ്റ്റൗ ആണ്, അതുകൊണ്ട് ഒത്തിരി ചൂടില്ല. അത് കാരണം നമ്മളിങ്ങനെ ഇതാക്കുന്നത്. പക്ഷേ നാട്ടിലിപ്പോൾ ഗ്യാസിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് അടുപ്പൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കരിയാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് ഇളക്കി കൊടുക്കും. ഏകദേശം ഇളക്കി നമ്മൾ ഇളക്കിയിട്ടുണ്ട്. നമ്മളിതിലേക്ക് എന്തോ ചെയ്യണം, നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ബീഫ് നല്ലതായിട്ട് മാരിനേറ്റ് ആയിട്ടുണ്ട്. നമ്മളിത് ഇതിനകത്തോട്ട്
ഇട്ട് കൊടുക്കണം. അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒത്തിരി വേവുള്ള ബീഫൊക്കെ ആണെങ്കിൽ നമ്മളിത് കുക്കറിൽ വേവിക്കുകയാണ് നല്ലത്. പക്ഷേ ടേസ്റ്റ് എപ്പോഴും നമ്മളിത് തുറന്ന് വെച്ച് വേവിക്കുന്നതിലാണ്. അപ്പോൾ നമ്മളിന്ന് തുറന്ന് വെച്ച് വേവിക്കാൻ പോവാണ്. നോക്കാം എത്ര നേരം എടുക്കുമെന്ന്. നല്ലതായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. കുറച്ച് അപ്പം നമ്മൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ലിഡ് വെച്ച് അടയ്ക്കുകയാണ്. കുറച്ച് നേരം ഇരുന്ന് ഒന്ന് വേകട്ടെ. ഓക്കെ, നമുക്ക് ആ സമയം കൊണ്ട് കപ്പ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കപ്പ വേവിക്കാൻ പോകാം കേട്ടോ. ഇത് 1.5 കിലോ കപ്പയേ ഉള്ളൂ. നമുക്ക് ഈ ബീഫ് വെച്ചിട്ട് കുറച്ചുകൂടെ കപ്പ നമുക്ക് എടുക്കാവുന്നതാണ്. 2.5 കിലോ കപ്പയൊക്കെ നമുക്ക് എടുക്കാം. ഇതിപ്പോൾ 1.5 കിലോ ബീഫും 1.5 കിലോ കപ്പയുണ്ട്. ഓക്കെ, കപ്പയ്ക്കകത്ത് നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് കപ്പ വേവിച്ചെടുക്കാൻ പോകണം. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ട് അത് ഡ്രെയിൻ ചെയ്തെടുക്കണം. ഓക്കെ, ഉപ്പിട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടി. അപ്പോൾ അതൊന്ന് പെട്ടെന്ന്, നല്ല കപ്പയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം അതൊന്ന് വേകുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബീഫ് ഓൾമോസ്റ്റ് വെന്തിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ കപ്പ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഒരു ഇത്രയും വേഗം മതി. നമുക്ക് കപ്പ ഊറ്റാം. ഓക്കെ, അപ്പോൾ കുറച്ച് നേരം കൂടെ ബീഫ് വെന്തോട്ടെ. നമ്മൾ വെള്ളം ഊറ്റിയിട്ടുണ്ട്. ബീഫും അത്യാവശ്യം നല്ലതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കുക്കറി വെക്കേണ്ടവർക്ക് കുക്കറി വെക്കാം, ബട്ട് തുറന്ന് വെച്ച് കഴിക്കുന്നതാണ് ഇച്ചിരി ബെറ്റർ. നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് വെള്ളം വറ്റിക്കോട്ടെ. എന്നിട്ട് നമുക്ക് ഇത് കപ്പയ്ക്കകത്ത് ഇട്ട് ഇളക്കി എടുക്കണം. അപ്പോൾ നമ്മൾ വേവിച്ച കപ്പ ഊറ്റി എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി കുഴയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമ്മൾ ബീഫ് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് ഇളക്കാൻ പോകും. ഓക്കെ, ബീഫ് നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് കപ്പ ഇച്ചിരി കുറവാണ്. നമുക്ക് ഉണ്ടാക്കുന്നവർ ഓർക്കുക കപ്പ ഇച്ചിരി കൂടുതൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ 1.5 കിലോ കപ്പ എടുത്തിട്ടുള്ളൂ. ഒരു 3 കിലോ കപ്പയൊക്കെ എടുക്കാം കേട്ടോ. 2 കിലോ 3 കിലോ കപ്പയൊക്കെ എടുക്കാം. അപ്പം നല്ല സെറ്റായിട്ട് വരും. ഇതിപ്പം ബീഫ് ഇച്ചിരി മുന്നിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇച്ചിരി ഇതിപ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഇച്ചിരി ഇതാവും, കട്ടിയാവും. അപ്പോൾ ഇച്ചിരി ലൂസായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ
തേങ്ങ കൊത്തും തേങ്ങ വറുത്തതും നമുക്കിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, തേങ്ങ കൊത്തും തേങ്ങ പീര് വറുത്തതും കൂടെ നമ്മളിതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇച്ചിരി കറിവേപ്പിലയും കൂടെ വേണമെങ്കിൽ, അല്ലെങ്കിൽ കടുക് പൊട്ടിച്ച് നമുക്ക് കറിവേപ്പിലയും കടുക് പൊട്ടിച്ച് ഇതിനകത്ത് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിരിക്കുകയാണ്. ഇച്ചിരി നമുക്ക് ലൂസായിട്ടാണ് കിട്ടിയത്, ബിക്കോസ് നമുക്ക് കപ്പ കുറവായിരുന്നു. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇച്ചിരി കപ്പയും ഇച്ചിരി ബീഫൂടെ കൂട്ടിയെടുത്തിട്ട് സൂപ്പർ സാധനമാണ്. അപ്പോൾ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അടിപൊളി ടേസ്റ്റാണ്. ഓക്കെ, എൻ്റെ ഇവിടെ എല്ലാം ഉണ്ട്. നമുക്ക് കൈ കൊണ്ട് കഴിക്കണം, എന്നാലേ രസം വരത്തുള്ളൂ. അപ്പോൾ ഞാൻ സ്പൂൺ കൊണ്ടാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് കേട്ടോ. ഈ തേങ്ങ വറുത്ത തേങ്ങയും തേങ്ങ കുത്തിൻ്റെയും കൂടെ ഒക്കെ ടേസ്റ്റ് വളരെ അടിപൊളി. നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇച്ചിരി തണുത്ത് കഴിയുമ്പോൾ തന്നെ ഇത് സെറ്റാവും ഇച്ചിരി. പക്ഷേ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പം ശരി, നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സീ യു. അപ്പോൾ ഇത് എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പർ. എങ്ങനെ? സൂപ്പർ ഡൂപ്പർ. ഉണ്ട്. ഇങ്ങനെയാണെങ്കിൽ അടിപൊളി.